അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ ജഅൽ ഹാദാ ശഹ്റ ശരീഫൽ അളീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ യാ റബ്ബൽ ആലമീൻ. ഏറ്റവും സ്നേഹസമ്പന്നരും ബഹുമാന്യരും ആദരണീയരുമായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധവും പരിപാവനവുമായ റമളാനിൻ്റെ സുന്ദരമായ ഒരു സായാഹ്നത്തിലാണ് നമ്മളുള്ളത്. മീഡിയ സിറ്റി അഹ്ലൻ റമളാൻ, ബഹ്റൈനിലെ മീഡിയ സിറ്റി അഹ്ലൻ റമളാൻ എന്ന ടൈറ്റിലിന് കീഴെ വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന റമളാനിൻ്റെ മനോഹരമായ സന്ദേശമാണ്. ഈ സന്ദേശം നാം അനുഭവിക്കുന്നത് ഏറ്റവും അധികം ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സമയത്താണ്. അദ്ദുആഉ ഇൻദ ഫിത്തരിഹി, നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആഇന് ഇജാബത്തുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ദുആഇന് ഇജാബത്ത് കിട്ടാൻ പറ്റുന്ന കാര്യങ്ങളെ നിരന്തരം പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ ഇഫ്താറിൻ്റെ സമയത്ത് നാം ശ്രദ്ധയിൽ കൊണ്ടുവരണം. പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം അള്ളാഹുവിനോട് ചോദിക്കലല്ല, കാരുണ്യവാനായ റബ്ബിനോട് കൈനീട്ടുമ്പോൾ ചോദിക്കുന്നത് കിട്ടണം എന്നുള്ള ഒരു നിർബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അത് ഈ റമളാൻ കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ ഇജാബത്തിൻ്റെ സമയങ്ങളുണ്ടെങ്കിലും റമളാനിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സമയങ്ങൾ ദുആ സ്വീകരിക്കപ്പെടുന്ന സമയമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ദുആ. അതുകൊണ്ട് തന്നെ കാരുണ്യവാനായ അള്ളാഹുവിനോട് നമ്മൾ ഏറ്റവും അധികം, ഇപ്പോൾ നമ്മൾ കഅബാലയം കണ്ടാൽ ദുആ സ്വീകരിക്കും, ആദ്യം കാണുന്ന നോട്ടത്തിൽ തന്നെ പറയുന്ന ദുആ സ്വീകരിക്കുമെന്നാണ്. അതിന് നമ്മുടെ ഉസ്താദുമാരെല്ലാം പറയുന്നത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. രണ്ട് ലോകത്തെയും നന്മകൾ അള്ളാഹുവിനോട് ചോദിക്കണമെന്നാണ്. അതായത് ദുനിയാവിലും ആഖിറത്തിലുള്ള എല്ലാ നന്മകളും ആ പ്രാർത്ഥനയിലൂടെ കിട്ടും. അതുപോലെ തന്നെ ഉപയോഗപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ചിന്തകളാണ് സ്വീകരിക്കപ്പെടുന്ന സമയത്ത് പറയേണ്ടത്. നമുക്ക് എല്ലാം ദുനിയാവിലും നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ കച്ചവടം അത് മാത്രമായിരിക്കരുത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ, ആഖിറമാണ്. അപ്പോൾ നമ്മുടെ തൊണ്ട വറ്റി വരണ്ട് ഒരു കാരയ്ക്ക് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നമ്മൾ ആഖിറത്തെയാണ് ഓർക്കേണ്ടത്. അള്ളാഹുവിൻ്റെ പരലോകത്ത് ചെമ്പ് പഴുത്ത തറയിൽ നിൽക്കുന്ന മനുഷ്യവർഗം മുഴുവനും ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി, വിചാരണയ്ക്ക് വേണ്ടി, സ്വർഗമാണെങ്കിൽ അത്, നരകമാണെങ്കിൽ അതായാലും സാരമില്ല, ഈ ലോകത്തിൽ നിന്ന്, ഇവിടെ നിന്ന് ഞങ്ങളെ മാറ്റൂ എന്ന് പറയുന്ന മഹ്ശറയിലെ ഭീതിജനകമായ നിമിഷമാണ്. ആ നിമിഷത്തെക്കുറിച്ച് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഓർക്കണം. ലോകത്തിൻ്റെ നാനാഭാഗത്ത് വിശന്ന് വലഞ്ഞു കഴിയുന്ന ഒത്തിരി പാവങ്ങളുണ്ട്, അവരെ നമ്മൾ ഓർക്കണം. എന്നിട്ട് നാം ആഹാരം കഴിക്കുമ്പോൾ ആ പറയുന്ന അൽഹംദുലില്ലാഹ് ഹൃദയം അറിഞ്ഞു പറയണം. ഇന്ന് പല സ്ഥലങ്ങളിലും നോമ്പ് തുറ എന്ന് പറയുന്നത് വെറും ആഘോഷങ്ങളാണ്. ആഘോഷത്തിനിടയിൽ പെട്ടിട്ട് നമ്മൾ യഥാർത്ഥ ആത്മീയതയെ മറന്നുപോവാണ്. നിന്നുകൊണ്ട് ആഹാരം കഴിക്കുക, അതുപോലെ നമ്മുടെ ശരീരത്തിന് ദോഷമുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് നമ്മൾ ആ സമയത്ത് ശരീരം ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്ന സമയത്ത് കഴിക്കുക, അതൊക്കെ നമ്മുടെ ശാരീരികമായ ദോഷം ഉണ്ടാക്കുന്നതിനോടൊപ്പം ആ സമയത്തെ പാഴാക്കി കളയുന്നത് കൊണ്ട് മാനസികമായി ആത്മീയമായ ദോഷവും നമുക്കുണ്ടാകുന്നു. അതുകൊണ്ട് ഞാൻ 3-4 ദിക്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഈ പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ ഇഫ്താറിൻ്റെ സമയത്ത് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് ഇരുന്നിട്ട് അൽഹംദുലില്ലാഹ് ഈ ദിക്ർ നിങ്ങൾക്ക് ചൊല്ലിയാൽ കിട്ടുന്നത് മഹത്തായ വലിയ കൂലിയാണ്. ഒന്ന്, 80 വർഷത്തെ ഇബാദത്ത് കിട്ടുന്ന ഒരു ദിക്റാണ് യാ ഹന്നാനു യാ മന്നാനു എന്നത്. നാം നോമ്പ് തുറക്കുന്ന സമയത്ത് കാരക്കയും സാധനങ്ങളും ഇറക്കി വെച്ച് എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും കുറ്റവും കുറവും പറഞ്ഞ് ആ നോമ്പ് ഇല്ലാണ്ടാക്കി കളയാതെ വളരെ ഭംഗിയോടെ, അത്ര ഹൃദയ വിശാലതയോടെ അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരാൻ പറ്റുന്ന സമയമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാലാഖമാർ വരുന്ന, അള്ളാഹുവിൻ്റെ മാലാഖമാർ പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ കണക്കെഴുതുന്ന സമയമാണ്. യാ ഹന്നാൻ യാ മന്നാൻ. നമ്മുടെ അമലുകൾ സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. നാളെ കിതാബ് നോക്കുമ്പോൾ നമ്മൾ കൈമലർത്തേണ്ടി വരും. ആ സമയത്ത് 80 വർഷത്തെ ഇബാദത്ത് കിട്ടുന്ന, 80 വർഷത്തെ ഇബാദത്തിൻ്റെ കൂലി കിട്ടുന്ന യാ ഹന്നാനു യാ മന്നാനു എന്ന ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ഒരു 11 പ്രാവശ്യമെങ്കിലും, ഇപ്പോൾ 100, 200, 500 പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതൊരു ഭാരമായി തോന്നും. ഈ ബഹ്റൈനിലെ മീഡിയ സിറ്റി അഹ്ലൻ റമളാൻ എന്ന പേരിൽ നടത്തുന്ന ഇതൊരു വെറും ഒരു ഷോ കാണിക്കൽ മാത്രമല്ല. നിങ്ങളുടെ മനസ്സിലൊരു മാറ്റം ഉണ്ടാവട്ടെ, നിങ്ങളുടെ ഹൃദയത്തിനൊരു വെളിച്ചമുണ്ടാവട്ടെ, ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പിന്നീട് ഇനി വരുന്ന ദിവസങ്ങളിൽ, ഇനി വരുന്ന സമയങ്ങളിൽ ഇതുപോലെ പ്രോഗ്രാമുകൾ ഇനിയും ചെയ്യണം എന്ന് നിങ്ങൾ പറയുന്ന വിധത്തിൽ നിങ്ങളുടെ മനസ്സിനൊരു മാറ്റം ഉണ്ടാവണം. അതുകൊണ്ട് ഹൃദയ സാന്നിധ്യത്തോടു കൂടി അഖ്ലിസ് ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ
എന്നാണ്. നിഷ്കളങ്കമായി ചെയ്താൽ കുറഞ്ഞ അമലുകൾ മതി. അപ്പോൾ ഒരു 11 പ്രാവശ്യം മതി. യാ ഹന്നാനു യാ മന്നാൻ എന്നുള്ള ദിക്കർ. പിന്നെ നമുക്കറിയാം അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ അത് ഒരു പാപം പൊറുക്കാൻ വേണ്ടി മാത്രമുള്ള ദിക്കറല്ല. നമുക്ക് മഴയില്ലെങ്കിൽ മഴയ്ക്ക് ചോദിക്കാൻ, മക്കളില്ലെങ്കിൽ മക്കളെ ചോദിക്കാൻ, സമ്പത്തില്ലെങ്കിൽ സമ്പത്ത് ചോദിക്കാൻ, ആരോഗ്യമില്ലെങ്കിൽ ആരോഗ്യം ചോദിക്കാനൊക്കെ ഇസ്തിഗ്ഫാർ നല്ലതാണ്. സൂറത്ത് നൂഹിലൂടെ ആയത്ത് വിശദീകരിക്കുന്നുണ്ട്. സമയം നമുക്ക് പരിമിതമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു 11 അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ, 11 യാ ഹന്നാൻ യാ മന്നാൻ, ഒരു 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്. വളരെ വലിയ കൂലിയാണ് സൂറത്തുൽ ഇഖ്ലാസിന്. ഇത് ഓതിയിട്ട് റമളാൻ്റെ നോമ്പ് തുറക്കും മുമ്പ് ഒരു 2 മിനിറ്റ് ഒരു ചെറിയ ദുആ അള്ളാഹുവിനോട് ഹൃദയം തുറന്ന് നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഈ 30 രാവും 30 രാത്രികളിലും 30 അസ്തമയത്തിൻ്റെ സമയങ്ങളിലും നിങ്ങളത് ചൊല്ലിയാൽ കിട്ടുന്നത് വലിയ കൂലിയാണ്. കാരുണ്യവാനായ അള്ളാഹു വെറും ഒരു വിശപ്പായിട്ടല്ല നമ്മൾ നോമ്പിനെ കാണേണ്ടത്. പട്ടിണി കിടക്കുന്നു, അള്ളാഹുവിന് വേണ്ടി പട്ടിണി കിടന്നിട്ട് അള്ളാഹ്ക്ക് ഒന്നും കിട്ടാനില്ല. മറിച്ച് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ തഖ്വയുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ രാത്രി വെളുക്കോളം ഫുഡ് കഴിക്കുക, പകൽ മുഴുവനും കിടന്നുറങ്ങുക. നമ്മുടെ നോമ്പിൻ്റെ അവസ്ഥ ഇതാ. രാത്രി ഇങ്ങനെ, ഇപ്പോൾ ഗൾഫാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. ഗൾഫ് ഇപ്പോൾ ബഹ്റൈൻ ആണെങ്കിലും മറ്റ് രാജ്യങ്ങളാണെങ്കിലും എല്ലാ സ്ഥലങ്ങളും രാത്രി ഇങ്ങനെ നൈറ്റ് ലൈഫ് പോലെ റമളാനിൽ ഇങ്ങനെ നടന്ന് ഭക്ഷണം കഴിക്കുക, ഹോട്ടലിൽ കയറുക, ഇങ്ങനെ കറങ്ങി നടക്കുക, പകൽ മുഴുവനും കിടന്നുറങ്ങുക. പിന്നെ ഡ്യൂട്ടി ഉള്ളവർ ഡ്യൂട്ടിക്ക് പോകുന്നു. അതല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ റമളാനിൽ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആഹാരം കഴിക്കുക, വിശ്രമിക്കുക, നമ്മുടെ മറ്റു ഡ്യൂട്ടികൾ ചെയ്യുക എന്നതല്ല. ഇബാദത്തിൽ വലിയ ഒരു മുന്നേറ്റം നടത്തണം. ഇബാദത്തിൽ വലിയ മുന്നേറ്റം നടത്തണം. നാളെ ആഖിറത്തിൽ പരിശുദ്ധ റമളാൻ നമുക്ക് എതിരാകാൻ പാടില്ല. ആ ഒരു പോയിൻ്റ് കൂടി നിങ്ങളെ നെഞ്ചിൽ ഞാൻ ഓർമ്മപ്പെടുത്തി കുത്തിവെക്കുകയാണ്. കാരണം റമളാൻ നമുക്ക് എതിരാകുന്ന ഒരു കാലം വരും. അള്ളാഹുവിൻ്റെ പരലോകത്ത് പറയും, യവൻ എല്ലാ മുഅ്മിനീങ്ങളും നോമ്പ് നോറ്റ് നടന്നപ്പോൾ യവൻ എന്നെ ധിക്കരിച്ചു നടന്നവനാണ്. എല്ലാ വിശ്വാസികളും ഹൃദയം തുറന്ന് പ്രാർത്ഥന നടത്തിയപ്പോൾ യവൻ എനിക്കെതിരെ തിരിഞ്ഞു നടന്നവനാണ്. അള്ളാഹുലേക്ക് എല്ലാവരും കരമുയർത്തി പാതിരാത്രി പ്രാർത്ഥന നടത്തിയപ്പോൾ അവൻ പരിപൂർണമായും കടന്നുറങ്ങിയവനാണ്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് നന്ദികേട് കാണിച്ചവനാണെന്ന് പറഞ്ഞാൽ കാരുണ്യവാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാല് നീര് വരുന്നത് വരെ അനുസ്കരിച്ചത് റമളാൻ മാസത്തിലല്ല. അഫലാക്കൂന അബ്ദൻ ഷക്കൂറ, നന്ദിയുള്ള ഒരു അടിമയാകണ്ടയോ ആയിഷ എന്ന് ചോദിച്ചത് റമളാൻ മാസത്തിലല്ല. പക്ഷേ എന്നിട്ട് പോലും അപ്പോൾ റമളാൻ മാസത്തിൽ എത്രമാത്രം ഇബാദത്ത് ചെയ്യണം നമ്മൾ. അതുകൊണ്ട് റെസ്റ്റ് ഇൻഷാ അല്ലാഹ് നമുക്ക് റമളാൻ കഴിഞ്ഞ് ശവ്വാൽ കഴിഞ്ഞിട്ടാകാം. കുറേയേറെ കഷ്ടപ്പെടട്ടെ, കുറേയേറെ ത്യാഗം ചെയ്യട്ടെ. സുഖമുള്ള പള്ളികളിൽ പോയി തറാവീഹ് നിസ്കരിക്കാൻ അന്വേഷിച്ചോടാതെ കഷ്ടപ്പെടാനും ത്യാഗം ചെയ്യാനും മനസ്സ് വെക്കണം. കാരുണ്യവാനായ അള്ളാഹു ഈ സന്ദേശം നിങ്ങളുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ഒരിക്കലും മറക്കാതെ ഈ അദ്കാറുകളെ, മനോഹരമായ അദ്കാറുകളെ നിങ്ങളുടെ ജീവിതത്തിൽ, ഇപ്പോൾ ഞാൻ ഈ സന്ദേശത്തിലൂടെ തന്ന പ്രധാനപ്പെട്ട 2 ദിക്റുകളാണ്. ഒന്ന് യാ ഹന്നാനു യാ മന്നാൻ, ഒന്ന് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇത് റമളാൻ കഴിഞ്ഞാലും മഗ്‌രിബിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം ഇരുന്നിട്ട് ഒരു 11 പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്യുക. ഓരോ വഖത്തിന് ശേഷവും ദുആ ചെയ്യുക. വലിയ കൂലിയാണ്. ഇതിൻ്റെ പ്രതിഫലം നിങ്ങൾ മരണത്തിന് ശേഷമേ അതിൻ്റെ സുഖവും അതിൻ്റെ സുഗന്ധവും നിങ്ങൾ മനസ്സിലാക്കൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ബഹ്റൈൻ മീഡിയ സിറ്റി അഹ്ലൻ റമളാൻ എന്ന പേരിൽ നടത്തുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കാരണം ഇങ്ങനെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കാനും പ്രാവർത്തികമാക്കാനും ഒരുപാട് ചിന്തകൾ പാകി കൊടുക്കാനും പറ്റുന്ന ഇത്തരം സന്ദേശങ്ങൾ തീർച്ചയായിട്ടും വളരെ ഉപകാരപ്പെടും. അള്ളാഹു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അലീമ റമളാൻ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈന വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈന. അല്ലാഹുമ്മ ജഅൽ സിയാമന വഖിയാമന വറുകൂഅന വസുജൂദന വതഖശുഅന വതളറുഅന വതമ്മം തക്സീറാത്തി അഅമാലിന വസ്തജിബ് ദുആന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ തറാവീഹ് നമസ്കാരങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. റമളാൻ അനുകൂലമായി സാക്ഷി പറഞ്ഞ് കാരുണ്യത്തിൻ്റെയും മഗ്ഫിറത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും നോട്ടം നോക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഞങ്ങളെ ചേർക്കണം പടച്ചവനെ. സമ്പത്തിലും ഹൃദയത്തിലും സന്താനങ്ങളിലും ഒക്കെ ഞങ്ങൾക്ക് പരിശുദ്ധി വരിക്കാൻ ഈ റമളാനിൻ്റെ നിമിഷങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള മഹാഭാഗ്യം നൽകണേ പടച്ചവനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലി അലാ നബി മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.